ഹലോ കൂട്ടുകാരെ, പി എസ് എൽ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ ജോബ് ഇൻഫർമേഷൻസും പി എസ് എൽ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തുവാനായി ഇപ്പോൾ തന്നെ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ഒരു വീഡിയോ നല്ല എഫക്റ്റാണ് ചെയ്യുന്നത്, അതിനാൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ജോബ് അപ്ഡേറ്റ് നോക്കാം. മാസം 1 ലക്ഷം രൂപ വരെ ശമ്പളം നേടാവുന്ന എക്സ്പീരിയൻസ് വേണ്ടാത്ത 457 ഒഴിവുകളിലേക്ക് UPSC CDS റിക്രൂട്ട്മെൻറ്റ് 2024 നടക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിട്ട് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ എന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് മൊത്തം 5 കോഴ്സസിലേക്കാണ് പോസ്റ്റുകൾ ഉള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെ വേക്കൻസി നോക്കാം. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിലേക്ക് 100 വേക്കൻസിയും, ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമലയിലേക്ക് 32 വേക്കൻസിയും, എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദിലേക്ക് 32 വേക്കൻസിയും, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിലേക്ക് 275, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈ SSC വുമൺ കോഴ്സ് കമൻസിംഗ് ഇൻ ഏപ്രിൽ 2025 ഭാഗമായിട്ട് 18 വേക്കൻസിയുമാണ് നിലവിലുള്ളത്. അങ്ങനെ മൊത്തം 457 വേക്കൻസീസാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. പ്രായപരിധി നോക്കുകയാണെങ്കിൽ IMAയിലേക്ക് അപേക്ഷിക്കുന്നവർ വിവാഹിതരല്ലാത്ത മെയിൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. 2 ജനുവരി 2001 1 ജനുവരി 2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് അപേക്ഷിക്കുന്നവർ അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. കൂടാതെ 2 ജനുവരി 2001 1 ജനുവരി 2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കുന്നവർ 20 മുതൽ 24 വയസ്സ് വരെയുള്ളവർ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ IMA ആൻഡ് ഓഫീസേഴ്സ് ട്രെയിനർ അക്കാഡമി ചെന്നൈയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവയാണ് യോഗ്യതയായിട്ട് വരുന്നത്. അപ്പോൾ അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SSC ST കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതല്ല. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2024 ജനുവരി 9 വരെയാണ്. ഔദ്യോഗിക വെബ്സൈറ്റായ upsc.government.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക.